വെൽക്കം ടു എസ്തെറ്റിക് ലൈഫ്. എസ്തെറ്റിക് ലൈഫ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ്. സന്ധ്യ വിക്രം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ ഇന്നും കുറെ ടിപ്സുമായിട്ടും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ എന്താ ചേച്ചി ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മെഹന്തി എങ്ങനെ ഇടാം, മെഹന്തി എങ്ങനെ ഇടാം. അതെ, നമ്മുടെ മെഹന്തി എന്ന് പറയുന്ന ഒരു മെയിൻ പ്രശ്നമാണ്. ഇപ്പൊ ബ്രൈഡൽസിനൊക്കെ ആയിരുന്നാലും മെഹന്തി ഇട്ട് കഴിഞ്ഞ് അതൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടേ അതിന്റെ കളർ മാറുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് സെൻസിറ്റീവ് സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്, പൊള്ളലുണ്ടാവുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. എന്നാൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് മൈലാഞ്ചി യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് അരച്ച് പിന്നെ ആ ഒരു ബ്രൈഡ്സിന് അത്രയും ഒരു സമയം കിട്ടാറില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് ഇന്ന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് അല്ലെ എത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് കണ്ടപ്പോഴേ തോന്നി, ഈ ഒരു കുങ്കുമം കണ്ടപ്പോഴേ മനസ്സിലായി ഫുഡല്ല. അതെ. അപ്പോ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മിക്കവാറും എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമായിരിക്കും, എന്നാലും നമ്മുടെ ചാനലിലൂടെ കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഈ മെഹന്തി ഉണ്ടാക്കാനായിട്ട്? നമുക്ക് പഞ്ചസാര, ശർക്കര, ജീരകം, കോഫി പൗഡർ, തേയിലപ്പൊടി, പിന്നെ നമുക്ക് കളറിന് ആവശ്യം. ഇതിപ്പോ ഞാൻ നല്ല ഡാർക്ക് കുങ്കുമം എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കളറിൽ കുറച്ച് ബ്രൗൺ ഷെയ്ഡൊക്കെ കിട്ടുമല്ലോ, അതാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടിരിക്കും. മെഹന്തിയുടെ ഒക്കെ നമുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടുമല്ലോ, ആ ഷെയ്ഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുങ്കുമം എടുക്കണം. ശരി ശരി. ഇതിപ്പോ ഞാൻ കുറച്ച് നല്ല റെഡ് കുങ്കുമം എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാമ്പൂവും കൂടെ. ഈ ഗ്രാമ്പൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ഒരു ഗ്രാമ്പൂ ഞാൻ നോർമലി മെഹന്തിയൊക്കെ അരയ്ക്കാൻ നേരത്ത് ഗ്രാമ്പൂ യൂസ് ചെയ്യാറുണ്ട്. ഈ മെഹന്തിയുടെ തണുപ്പൊക്കെ ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമ്പ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജലദോഷം, തലവേദന. നമുക്ക് ചിലവർക്ക് അറിയാം, മെഹന്തി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തലവേദനയൊക്കെ വരാറുണ്ട്. വീസിങ് ഉള്ള കയ്യിൽ യൂസ് ചെയ്താലും കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ തണുപ്പടിക്കത്തില്ലേ, അപ്പൊ എനിക്ക് കുറച്ച് ശ്വാസം വീസിങ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ജലദോഷമൊക്കെ വരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഗ്രാമ്പു യൂസ് ചെയ്യുന്നത്. ശരി, ഓക്കെ. അപ്പൊ തുടങ്ങിയാലോ? ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലത്തെ പാനോ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത് ഫുള്ളി ഇതിൽ കരിഞ്ഞിട്ടാണ് ആ വേപ്പർ വരുന്നത്. നമുക്ക് ഒട്ടും പിന്നീട് ഉപയോഗിക്കേണ്ടാത്ത ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക. ഇവിടെ പിന്നെ ഇതേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ബൗള് വേണം ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലൊരു പാത്രം അത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അടച്ചു വെക്കാൻ ഇതിന്റെ അകത്താണ് നമ്മൾ വേപ്പർ എടുക്കാൻ വേണ്ടി വെള്ളം വെക്കുന്നത്. വെള്ളം ഇതിന്റെ പുറത്താ വെക്കുന്നത്. ആ വേപ്പർ ഇതിന്റെ അകത്ത് ഇറങ്ങും. മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിന്റെ അകത്ത് ഇടാം. മെഷർമെന്റ് ഇങ്ങനെ തന്നെ എടുക്കണം. 1 സ്പൂൺ പഞ്ചസാര, ശർക്കര 1 സ്പൂൺ, ഓക്കെ, ജീരകം 1/2 സ്പൂൺ മതി. ഇതിങ്ങനെ എടുക്കുന്നു എന്നുള്ളതിൽ കുറച്ചെടുത്താൽ മതി. തേയില 2 സ്പൂൺ എടുക്കണം. 2 സ്പൂൺ ഇച്ചിരി വലിയ സ്പൂണിൽ തേയില. ഇനി കോഫി പൗഡറും 2 സ്പൂൺ തന്നെ കോഫി പൗഡർ. മെഷർമെന്റ് കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റായിട്ട് വരും. അപ്പൊ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം അല്ലേ? ഇതെല്ലാം കൂടെ നമ്മൾ ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് ഈ നടുക്കുള്ള ഭാഗം മാത്രം ഒരു ചെറിയ പാത്രം അതിനകത്ത് വെച്ചിട്ട് എന്നിട്ട് ഇതിന് നമ്മൾ ഇങ്ങനൊരു തട്ടം വെച്ച് അടച്ചു വയ്ക്കുക. 1 ഗ്ലാസ് വെള്ളം, ഈ തട്ടത്തിന്റെ പുറത്തോട്ട് ഒഴിക്കണം. എനിക്ക് തോന്നുന്നു ഇത് പണ്ട് കാലത്തുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ് തോന്നുന്നു. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. കാണാത്തവരും ഉണ്ട് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും ഒരു സൊല്യൂഷനും
ഇനിയിപ്പോൾ ബ്രൈഡൽ ആകാനിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെഹന്തി ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ ഡാൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക്. മാത്രമല്ല അത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തുനിന്ന് മേടിക്കുന്ന മെഹന്തിയാണ്. അപ്പൊ കുട്ടികൾക്ക് എങ്ങനെ കയ്യിൽ യൂസ് ചെയ്യുമെന്ന് പേടിക്കണ്ട. പാരന്റ്സിന് ആർക്കും തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു പേടിയോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഇത് വളരെ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ തിളച്ചിട്ട് ഇതിന്റെ അടിയിൽ ആ വേപ്പർ ഇല്ലേ, അതാണ് ആ കിണ്ണത്തിനകത്ത് വീഴുന്നത്. ഓക്കെ, ആ വേപ്പറിലാണ് ലാസ്റ്റ് നമ്മൾ കുങ്കുമം കൂടി മിക്സ് ചെയ്യുന്നത്. ഇത് നമ്മള് ഇൻഡക്ഷൻ അടുപ്പായതുകൊണ്ട് തീ കുറച്ച് വെക്കണം. അതിലാണെങ്കിലും തീയിലാണെങ്കിലും കുറച്ച് വേണം വെക്കാൻ. കാരണം ഇത് കരിഞ്ഞിട്ടാണ് ആ സാധനം പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ വെച്ച് വെക്കുക. എന്തായാലും എത്ര മിനിറ്റ് നമ്മൾ വെക്കണം? ഇത് തിളയ്ക്കുന്നത് വരെ കുറച്ച് തിളച്ചൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം. ശരി ശരി. അതാണ് ഈ കറക്റ്റ് നമ്മൾ 1 ഗ്ലാസ് വെച്ചത്. ശരി, ഈ വെള്ളം കുറച്ചൊന്ന് വറ്റുന്ന അപ്പോഴാണ് അകത്ത് നമുക്ക് വേപ്പർ ഇറങ്ങി ലാസ്റ്റ് നമുക്ക് ആ ഒരു കുങ്കുമം കൂടെ ചേർത്തിട്ട് ആ ഒരു മെഹന്തി കിട്ടുന്നത്. എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നോ അത്രത്തോളം ആയിരിക്കും നമുക്ക് ആ വേപ്പർ ചെയ്ത് കിട്ടുന്നത് അല്ലേ? കിട്ടുന്നത് നമ്മളിതിപ്പോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പൊ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഈ ലിക്വിഡിന് അനുസരിച്ചിട്ടുള്ള കുങ്കുമം അപ്പോൾ ഇതാണ് നമ്മുടെ മെഹന്തി അല്ലേ? അതെ. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചെറിയൊരു കട്ടി പോലെ ഉണ്ടല്ലേ, ചെറിയൊരു ഒരു ഒട്ടല് പോലെ അല്ലേ? ഇത് എത്ര സമയം വെച്ചേക്കണം നമുക്ക് ഉണങ്ങാനായിട്ട്? 1 മണിക്കൂറൊന്നും വെക്കണ്ട, പെട്ടെന്ന് കഴുകി കളയാം. കളറാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒന്ന് ഡ്രൈ ആവുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മെഹന്തി. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ ഡാൻസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ ചെയ്ത് നാച്ചുറലായിട്ട് വേറെ ഒരു പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ് ഈ ഒരു മെഹന്തി എന്ന് പറയുന്നത്. കുറച്ച് ദിവസം നിൽക്കുള്ളൂ അല്ലേ? എത്ര ദിവസം നിൽക്കുമായിരിക്കും? 2 ദിവസം. അത് നമ്മൾ യൂസ് ചെയ്യും പോലെ ഇരിക്കും. നമ്മൾ പാത്രമൊക്കെ കഴുകുക, വെള്ളമൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോവും. ഓക്കെ, ഒരു 2 ദിവസം കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക. നമുക്ക് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മതി അല്ലേ? നമ്മൾ ഇട്ട ഉടനെ തന്നെ മാറ്റിയപ്പം തന്നെ കളറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റോളം വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് കളറ് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകിക്കളയാം. ഞാൻ അധികം അങ്ങനെ മെഹന്തി ഇടുന്ന ഒരാളല്ല. എനിക്കങ്ങനെ ഈ ഒരു ക്യൂടെക്സ് ഇടുക, നെയിൽ പോളിഷ് ഇടുക, അല്ലെ അതുപോലെ തന്നെ മൈലാഞ്ചി ഇടുക, ഇതിനോടൊന്നും അത്ര ഭ്രമമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ ഈ ഒരു ഷൂട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ ആവുമ്പോൾ നമ്മൾ അതൊന്ന് ചെയ്ത് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇതിൽ മാത്രം കാണിച്ചത്. പക്ഷേ ചേച്ചി ഇതാ ഫുൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ടിത് കഴുകിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കഴുകിയപ്പോൾ തന്നെ നല്ല കളറുണ്ട്. അത് മാത്രമല്ല വേറെ ദേഹത്തൊന്നും ആവില്ല. ഒരു 3 മിനിറ്റ് അല്ലേ, 3 മിനിറ്റ് ഒക്കെ അല്ലേ ഇത് ഇടുന്ന സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴും തന്നെ കഴുകിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പം ഒരു 3 മിനിറ്റ് കൂടുതൽ മതി കളർ ആവാൻ തന്നെ. അത്രയും നേരം നിൽക്കുന്നു. അത് മാത്രമല്ല വേറെ എങ്ങും അല്ലേ അത് അറ്റാച്ച് ആവുകയോ അല്ലെങ്കിൽ ദേഹത്താവുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഹന്തിയാണിത്. നല്ല കളർഫുൾ ആയിട്ടിരിക്കും. പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ കുങ്കുമം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എടുത്ത കളർ ഇതായതുകൊണ്ടാണ് ഈ ഒരു കളർ ഷെയ്ഡിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് കളർ അതിൽ കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇത് വിരൽ വെച്ച് ഇട്ടപ്പോൾ കണ്ട നല്ല കളറായി. ഓക്കെ, ഒരു 10 മിനിറ്റോളം കുറച്ചുകൂടി കൂടുതലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി കളറാവും. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് ചേച്ചി വീണ്ടും എത്തും എന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വേറെ പാർശ്വഫലങ്ങളൊന്നുമില്ല, വേറെ സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം.